ശത്രുക്കളെ തോൽപ്പിക്കുകയല്ല വേണ്ടത്, വീണ്ടും വിത്തെറിയാൻ പോലും കഴിയാത്ത വിധം അവരെ വേരോടെ പിഴുതെറിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സ്നേഹിച്ചവരും അടുത്തു നിർത്തിയവരുമൊക്കെ തിരിച്ചു ചതിക്കുമ്പോൾ ഉള്ളംകൈയിൽ തീ കോരിയിട്ടതുപോലെ ഒരു നീറ്റലാണ്. ആ മുറിവുകൾ ഒരിക്കലും പെട്ടെന്ന് ഉണങ്ങില്ലെന്നറിയാം. പക്ഷേ ആ വേദനയെ നമ്മെ തളർത്താനുള്ളതല്ല, മറിച്ച് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വലിയൊരു പാഠമായി വേണം കാണാൻ. കൂടെയുള്ള പലരും നിഴൽ പോലെ ഒപ്പം നിൽക്കുന്നത് കാര്യങ്ങൾ നടക്കാനും തണൽ കിട്ടാനും വേണ്ടി മാത്രമായിരിക്കും. ഉള്ളിൽ കള്ളം വെച്ച് പുറത്ത് ഒത്തിരി സ്നേഹം നടിക്കുന്നവർ നമ്മെ വഞ്ചിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകരുതല്ലോ. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എവിടെയോ പുറത്തുനിന്ന് വരുന്നവരല്ല. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ബലഹീനതകളും മനസ്സിലാക്കുന്ന ചിലരായിരിക്കും ആ സ്ഥാനത്തുണ്ടാവുക. അതുകൊണ്ട് ആ വിഷമങ്ങളിൽപ്പെട്ട് മനസ്സ് തകർന്നു പോകാതെ ഓരോ ചതിയും നമുക്ക് തന്ന വലിയൊരു തിരിച്ചറിവായി മനസ്സിലാക്കി മുന്നോട്ട് നടക്കണം. ഒരാൾ നമ്മെ ചതിച്ചുവെങ്കിൽ അത് അവരുടെ മനസ്സിലെ കുഴപ്പമാണ്, അല്ലാതെ നമ്മുടെ നല്ല മനസ്സിന്റെ കുറ്റമല്ല. ഈ ലോകത്ത് ആരും ആർക്കും വെറുതെ ഒന്നും തരില്ല. നമ്മൾ കൊടുക്കുന്ന അമിത സ്നേഹവും കരുതലും പലരും കാണുന്നത് നമ്മുടെ ഒരു മണ്ടത്തരമായിട്ടായിരിക്കും. ആ ബലഹീനത മുതലെടുക്കാൻ ചുറ്റും ഒത്തിരി കണ്ണുകളുണ്ടാകും എന്നത് ഓർക്കണം. പഴയകാലത്ത് ചാണക്യൻ പറഞ്ഞിട്ടുള്ളതുപോലെ എന്ത് കാര്യത്തിലും അമിതമായ സത്യസന്ധതയും അമിത വിശ്വാസവുമൊക്കെ ഒരു മനുഷ്യനെ പാടെ തകർത്ത് കളയും. കാട്ടിൽ നേരെ നിവർന്നു നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിവീഴ്ത്തപ്പെടുന്നത്. എന്നാൽ അല്പം വളഞ്ഞു നിൽക്കുന്നവ അവിടെ തന്നെ ബാക്കിയായി നിൽക്കും. അതുപോലെ നമ്മുടെ നല്ല സ്വഭാവത്തെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ ഒരുക്കിക്കൊടുക്കരുത്. നമ്മെ ചതിച്ചവരോട് കേർത്ത് സംസാരിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു മുന്നോട്ടു പോകുന്നതാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ശത്രുവിനെ കീഴടക്കാൻ അവന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കണം. എന്നാൽ ഒരിക്കലും അവരുടെ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ താഴാൻ പാടില്ല. വീണുപോയ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. ഇനി ആർക്കും നമ്മെ തകർക്കാൻ കഴിയില്ലെന്ന ആ ഒരു ഉറപ്പോടെ വേണം മുന്നോട്ടു പോകാൻ. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കരുത്. ചതിച്ചവർ ഇന്ന് വേണമെങ്കിൽ നമ്മെ കണ്ട് ചിരിച്ചേക്കാം, എന്നാൽ കള്ളത്തരങ്ങൾക്ക് കാലം കൃത്യമായ മറുപടി കൊടുക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് മാത്രമാണ്. ആ ഒരു അടിയുറച്ച വിശ്വാസമാണ് ജീവിതത്തിൽ പുതിയൊരു മാറ്റത്തിന്റെ തുടക്കം. നമ്മുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം മുതൽ നമ്മുടെ പുതിയ ജീവിതം തുടങ്ങുകയായി. ആരും നമ്മെ തോൽപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലുറപ്പിക്കണം. വഞ്ചനയുടെ ആ കറുത്ത ഓർമ്മകൾ നമ്മുടെ മനസ്സിലെ നല്ല സ്വഭാവങ്ങളെ ഒരിക്കലും കറപ്പെടുത്താൻ അനുവദിക്കരുത്. ഉള്ളിലെരിയുന്ന ദേഷ്യവും വിഷമവുമൊക്കെ കഠിനാധ്വാനത്തിന്റെ അഗ്നിയാക്കി മാറ്റണം. വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കി നമ്മെ തടയാൻ നോക്കുന്നവർക്ക് മുന്നിലൂടെ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് നമ്മൾ നടന്നു കയറണം. അതാണ് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതികാരം. ഒരാൾ നമ്മളെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ മനഃപൂർവ്വം തോൽപ്പിക്കാൻ നോക്കുമ്പോൾ ഉള്ളിലൊരു തീ പുകയുന്നത് സ്വാഭാവികമാണ്. എന്നുവെച്ച് ആ ദേഷ്യത്തിൽ അങ്ങോട്ട് ചാടി വീണാൽ ഒടുവിൽ നമ്മൾ തന്നെയാകും കുഴിയിൽ ചാടുക. ശത്രുക്കൾ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ സമനില തെറ്റുന്ന ആ ഒരു നിമിഷമാണ്. ആ ആഗ്രഹം നമ്മൾ അവർക്ക് തീരെ കൊടുക്കരുത്. നമ്മളെ തകർക്കാൻ നോക്കിയവരുടെ മുന്നിൽ നമ്മൾ കൂടുതൽ സന്തോഷത്തോടെയും വിജയത്തോടെയും ജീവിച്ചു കാണിച്ചു കൊടുക്കുക. അതായിരിക്കണം നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ മറുപടി. നമ്മുടെ ദേഷ്യവും സങ്കടവുമൊക്കെ അവരുടെ കയ്യിലെ ആയുധമായി മാറാൻ ഒരു കാലത്തും അവസരം കൊടുക്കരുത്. മറ്റുള്ളവരുടെ കയ്യിലെ പാവയായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും നീങ്ങുക. ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി മുന്നിൽ വരുമ്പോൾ ഒട്ടും പതറാതെ ശാന്തമായി നിൽക്കാൻ ശീലിക്കുക. ഈ ലോകത്ത് നിശബ്ദതയേക്കാൾ വലിയൊരു മറുപടി വേറെയില്ല. നമ്മൾ മിണ്ടാതിരിക്കുന്നത് നമ്മുടെ ദൗർബല്യമല്ല, മറിച്ച് അടുത്ത വലിയൊരടിക്ക് വേണ്ടി നമ്മൾ പതുങ്ങിയിരിക്കുന്നതാണ്. നാട്ടുകാർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ നടന്ന് വെറുതെ സമയം കളയരുത്. കാരണം ആളുകൾക്ക് സത്യമല്ല അറിയേണ്ടത്, അവർക്ക് കാണാൻ രസമുള്ള ഓരോ നാടകങ്ങളാണ്. സ്വന്തം വഴിയിൽ ആത്മവിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക. നമ്മുടെ വാക്കുകളല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളായിരിക്കണം മറ്റുള്ളവർക്കുള്ള മറുപടി. നശിച്ചുപോയി എന്ന് എല്ലാവരും കരുതി തള്ളിക്കളയുന്ന ഇടത്തുനിന്ന് ഒറ്റയ്ക്ക് ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. ഉള്ളിലെ വികാരങ്ങളെ തോറ്റുപിന്മാറാനുള്ള വഴിയാക്കാതെ അവയെ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ഇന്ധനമാക്കി മാറ്റുക. നമ്മളെ വേദനിപ്പിച്ച ഓരോ വാക്കും നമ്മെ കൂടുതൽ ശക്തരാക്കട്ടെ എന്ന് കരുതുക. അവരെ ശപിച്ചു നടക്കാതെ അവരോട് ഉള്ളിൽ തട്ടി നന്ദി പറയുക. കാരണം നമ്മളിലെ ആ യഥാർത്ഥ ശക്തി പുറത്തെടുത്തത് അവരാണ്. സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന് ഈ ലോകത്ത് ഏതു വലിയ ശക്തിയെയും കീഴടക്കാൻ കഴിയും. അതുകൊണ്ട് വികാരങ്ങളുടെ അടിമയാകാതെ സ്വന്തം മനസ്സിന്റെ യജമാനനായി ജീവിക്കാൻ പഠിക്കുക. മനസ്സിൽ ഏതു സമയത്തും അസ്വസ്ഥതയും അമർഷവും നിറയുമ്പോൾ അത് നമ്മുടെ ചിന്താശേഷിയെ മൂടിവെക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ശാന്തതയാണൊരു പോരാളിയുടെ ഏറ്റവും വലിയ ആയുധം. നമ്മൾ അടുത്തതായി എന്തു ചെയ്യുമെന്ന് എതിരാളിക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധം കാര്യങ്ങൾ രഹസ്യമായി ചെയ്യുക.
പുറമെ നല്ല ശാന്തതയും എന്നാൽ ഉള്ളിൽ വല്ലാത്തൊരു കൊടുങ്കാറ്റും സൂക്ഷിക്കുക. നമ്മുടെ വിജയം ശബ്ദമുയർത്തി സംസാരിച്ചു തുടങ്ങുമ്പോൾ ശത്രുവിന്റെ വാദങ്ങളൊക്കെ തനിയെ അടങ്ങിപ്പോകും. അതുകൊണ്ട് എന്തു വന്നാലും പതറാതെ സ്വന്തം വഴിയിലൂടെ മുന്നോട്ട് നടക്കുക. വിജയം നമ്മുടേതു മാത്രമായിരിക്കും. കഴിഞ്ഞുപോയ കാലത്തിന്റെ വഴികളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ചില ഓർമ്മകൾ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. എങ്കിലും ആ പഴയ നോവുകളെ നമ്മെ കീഴ്പ്പെടുത്താൻ അനുവദിക്കാതെ മുന്നോട്ട് നടക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്നലകളിൽ സംഭവിച്ചു പോയതെല്ലാം മാറ്റിമറിക്കാൻ നമുക്കാവില്ല. നമ്മെ വേദനിപ്പിച്ച മനുഷ്യർക്കും സാഹചര്യങ്ങൾക്കും ഇനിയൊരു നാളും നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ അധികാരവുമില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മുടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. നടന്ന കാര്യങ്ങളെയും തെറ്റുകളെയും ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം കാൽത്തണ്ടിൽ ഇരുമ്പ് ചങ്ങലകൾ ബന്ധിക്കുന്നതിന് തുല്യമാണ്. ആ പഴയ ഓർമ്മകളുടെ തടവറയിൽ നിന്ന് പുറത്തു കടക്കുന്ന ആ നിമിഷമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. മാപ്പു നൽകുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് ആ വേദനയുടെ അദൃശ്യമായ ഭാരത്തിൽ നിന്ന് സ്വന്തം മനസ്സിനെ മോചിപ്പിച്ച് ലഘുവായി ജീവിക്കുക എന്നാണ്. നമ്മുടെ മനസ്സ് പുറത്താരോക്കെയോ തുറന്നുവിടുന്ന ഒരു പൊതുവഴിയല്ല, മറിച്ച് സ്വന്തം നിയന്ത്രണത്തിലുള്ള ഒരു കോട്ട പോലെ സുരക്ഷിതമായിരിക്കണം. അതിലേക്ക് ആരെയാണ് കടത്തിവിടേണ്ടത് എന്നത് പൂർണ്ണമായും നമ്മുടെ മാത്രം തീരുമാനമായിരിക്കണം. കാലത്തിന്റെ ഒഴുക്കിൽ കടന്നുപോയ വഴികൾ എത്രത്തോളം ദുസ്സഹമായിരുന്നു എന്ന് അനുഭവസ്ഥരായ നമുക്ക് മാത്രമേ പൂർണ്ണമായി മനസ്സിലാകൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ കപടമായ സഹതാപ വാക്കുകൾക്കായി കാത്തുനിൽക്കാതെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ ശീലിക്കുക. ഭൂതകാലത്തിന്റെ കറുത്ത നിഴലുകൾക്ക് നമ്മുടെ നാളത്തെ സ്വപ്നങ്ങളെ ഇരുട്ടിലാക്കാൻ ഒരിക്കലും അനുവാദം കൊടുക്കരുത്. പഴയകാല മുറിവുകളെ വീണ്ടും വീണ്ടും തൊട്ടുനോക്കി കരയുന്നതിനു പകരം അവയെ ജീവിതത്തിന്റെ പരുക്കൻ പാതകളിൽ പൊരുതി നേടിയ അടയാളങ്ങളായി കാണാൻ പഠിക്കുക. നമ്മെ തകർക്കാൻ നോക്കിയവരുടെ മുന്നിൽ കൂടുതൽ നിവർന്നു നിന്ന് പുഞ്ചിരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ജീവിതത്തിൽ എത്രയോ രാത്രികൾ നമ്മൾ ഉറക്കമൊഴിഞ്ഞ് കണ്ണീരൊഴുക്കിയിട്ടുണ്ടാകാം. ആ കണ്ണീരിനെല്ലാം ഇനി യാതൊരു അർത്ഥവുമില്ല. അതിനെല്ലാം പകരമായി ഇന്നു മുതൽ നമ്മുടെ ചുണ്ടുകളിൽ സന്തോഷത്തിന്റെ പുഞ്ചിരി വിരിയട്ടെ. തളർന്നുപോയ ഓരോ നിമിഷത്തെക്കുറിച്ചോർത്ത് മനസ്സിൽ ഒട്ടും ലജ്ജ തോന്നേണ്ടതില്ല. അതൊക്കെ നമ്മെ കൂടുതൽ കരുത്തരാക്കാൻ പ്രകൃതി നമ്മെ പഠിപ്പിച്ച കഠിനമായ പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു. ഇനി വരാനിരിക്കുന്ന പുതിയ ദിവസങ്ങളിൽ നമ്മുടെ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് ഈ ലോകം കാണട്ടെ. പ്രതിസന്ധികളെ നേരിടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി വലുതായ ചില ലക്ഷ്യങ്ങൾ മനസ്സിൽ വച്ച് അതിനായി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുക എന്നതാണ്. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും സ്വന്തം വ്യക്തിഗത വളർച്ചയ്ക്കായി മാറ്റിവെക്കുമ്പോൾ നമ്മെ വേദനിപ്പിച്ചവരുടെ ചെറിയ സാന്നിധ്യം പോലും ഒരു നിമിഷം കൊണ്ട് നിസ്സാരമായി മാറും. വിജയം മാത്രമായിരിക്കണം ഇനി നമ്മുടെ കൺമുമ്പിലുള്ള ഏക ലക്ഷ്യം. സ്വന്തം കഴിവുകളിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി ദിവസവും വിയർപ്പൊഴുക്കുകയും ചെയ്യുക. നമ്മൾ എത്രത്തോളം ഉയരങ്ങളിലേക്ക് വളരുന്നുവോ അത്രത്തോളം താഴെയായിരിക്കും നമ്മെ അന്ന് തകർക്കാൻ ശ്രമിച്ചവരുടെ സ്ഥാനം. ആ മനോഹരമായ മാറ്റം സ്വന്തം ജീവിതം കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. കഴിഞ്ഞുപോയ ഇരുണ്ട കാലത്തെ ഓർമ്മകളെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി കത്തിച്ചു കളയുക. പുതിയൊരു മനുഷ്യനായി വീണ്ടും പുനർജനിക്കുക. നമ്മെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ലെന്ന് സ്വന്തം മനസ്സിനോട് ആവർത്തിച്ചു പറയുക. ഓർക്കുക, നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങൾ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എഴുതപ്പെടാൻ പോകുന്നതേയുള്ളൂ. ഈ ഓർമ്മകളുടെ വലിയ ഭാരത്തിൽ നിന്ന് സ്വന്തം മനസ്സിനെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മെ തടയാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഒരു പുതിയ പുലരി നമ്മുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. ആ വെളിച്ചത്തിലേക്ക് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ചുവടുവെക്കുക. മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ആ അന്ധമായൊരു വിശ്വാസമാണ് നമ്മെ വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് തള്ളിവിടുന്നത്. ആരെയും കണ്ണടച്ച് വിശ്വസിച്ചു പോകരുതെന്ന് പണ്ടേ നമ്മുടെ ചാണക്യൻ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഈ ലോകത്ത് പൂർണ്ണമായി വിശ്വസിക്കാൻ ആരുമുണ്ടാകില്ല. കാണുന്ന മുഖങ്ങളായിരിക്കില്ല മനുഷ്യരുടെ ഉള്ളിൽ. എല്ലാവരും ഓരോ മാസ്ക് വെച്ചിട്ടാണ് നടക്കുന്നത്. അവസരം കിട്ടുമ്പോൾ അവരുടെ ആ യഥാർത്ഥ മുഖം പുറത്തേക്ക് ചാടും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ രഹസ്യങ്ങളും നമ്മുടെ ബലഹീനതകളുമൊക്കെ ആരോടെങ്കിലും പറയുമ്പോൾ വലിയൊരു കരുതൽ എപ്പോഴും വേണം. ഇന്ന് നമ്മളോടൊപ്പം നിന്ന് ചിരിച്ചൊപ്പമുള്ള ആ ഉറ്റ സുഹൃത്ത് നാളെ നമ്മെ ചതിക്കുന്ന ശത്രുവായി മാറാൻ ഒട്ടും സമയമെടുക്കില്ല. അതിരുകളില്ലാത്ത ആ വിശ്വാസം ഒടുവിൽ നമ്മുടെ ജീവിതം തന്നെ തകർത്ത് കളയും. അതുകൊണ്ട് ഏത് ബന്ധത്തിലും ഒരു ചെറിയ അകലം പാലിക്കുന്നത് നല്ലതാണ്. സ്നേഹിക്കാം, പക്ഷേ അന്ധമായി വിശ്വസിക്കരുത്. വഞ്ചിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ആഘാതം കുറയ്ക്കാൻ ഈ മുൻകരുതൽ നമ്മെ സഹായിക്കും. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് തളർന്നു പോകരുത്. അതൊക്കെ മനുഷ്യസഹജമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ധൈര്യത്തോടെ മുന്നോട്ടു പോവുക. നമ്മുടെ ബലഹീനതകൾ മറ്റുള്ളവർക്കറിയാമെങ്കിൽ അവർ അത് നമുക്ക് എതിരായി തന്നെ ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ഒരു അടഞ്ഞ പുസ്തകം പോലെ സൂക്ഷിക്കുക. എല്ലാവരോടും ചിരിച്ച് സംസാരിക്കാം, പക്ഷെ ഉള്ളിലെ കാര്യങ്ങൾ ആരോടും പറയരുത്.
ഈ ഒരു ബുദ്ധിപരമായ വഴി നമ്മളെ വലിയ വഞ്ചനകളിൽ നിന്ന് എപ്പോഴും കാത്തുരക്ഷിക്കും. ആളുകൾ പറയുന്ന വാക്കിനേക്കാൾ നമ്മൾ നോക്കേണ്ടത് അവരുടെ പ്രവൃത്തികളാണ്. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അവിടെ വലിയ അപകടമുണ്ടെന്ന് മണത്തറിയണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുന്നത് വലിയ സ്വാർത്ഥതയല്ല, മറിച്ച് നമ്മളെ നമ്മൾ തന്നെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ബുദ്ധിയാണ്. നമ്മുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ മാത്രം എപ്പോഴും സുരക്ഷിതമായിരിക്കണം. അർഹതയുള്ളവർക്ക് മാത്രം വിശ്വാസം കൊടുക്കുക. അവിടെയും ഒരു ചെറിയ കരുതൽ നമ്മൾ കയ്യിൽ കരുതണം. നമ്മുടെ തകർച്ചയ്ക്ക് കാരണം മറ്റാരുമല്ല, നമ്മൾ അങ്ങനെ അന്ധമായി വിശ്വസിച്ച ആളുകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും വിവേകത്തോടെ സംസാരിക്കുക. സൂക്ഷ്മതയോടെ മാത്രം ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുക. ഏതൊരു ബന്ധത്തിനും അതിൻ്റേതായ ചില പരിധികളുണ്ടായിരിക്കണം. ആ അതിരുകൾ ലംഘിക്കാൻ ഒരിക്കലും ആരെയും നമ്മൾ അനുവദിക്കരുത്. ഇതാണ് യഥാർത്ഥത്തിൽ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു ജീവിത തന്ത്രം. ഇനി നമ്മുടെ ജീവിതത്തിലെ ശത്രുക്കളെ വേരോടെ പിഴുതെറിയുക എന്ന് പറഞ്ഞാൽ അവരെ കായികമായി ഉപദ്രവിക്കണം എന്നല്ല അർത്ഥം, മറിച്ച് അവരുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്തുകളയുക എന്നാണ്. അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായി മുറിച്ചു കളയുക. അവർ നമ്മെ സംബന്ധിച്ച് ഇനി ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്ന് കരുതി പെരുമാറുക. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അവരുടെ അസ്തിത്വത്തെ പൂർണ്ണമായി അവഗണിക്കുക എന്നതാണ്. നമ്മുടെ ചിന്തകളിൽ പോലും ഇനി അവർക്ക് ഒരു സ്ഥാനവും കൊടുക്കരുത്. ഒരു ചെടി വീണ്ടും മുളയ്ക്കാതിരിക്കാൻ അതിൻ്റെ വേര് പിഴുതെറിയുന്നതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് അവരുടെ ഓർമ്മകളും അവരുടെ വാക്കുകളും പൂർണ്ണമായി നമ്മൾ മായ്ച്ചു കളയണം. അവർ നമ്മെ തൊടാൻ നോക്കിയാൽ പോലും തൊടാൻ കഴിയാത്ത അത്രയും ഉയർന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം. നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ അതിശക്തമായി സൂക്ഷിക്കുക. ശത്രുക്കൾ നമ്മൾ വീഴുന്നത് കാണാൻ കാത്തിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിജയത്തിൻ്റെ പുതിയ പുതിയ കൊടുമുടികൾ കീഴടക്കുക. ആ വളർച്ച കാണുമ്പോൾ അവർ സ്വയം തകർന്നു പോകും. നമ്മുടെ ആത്മവിശ്വാസമാണ് അവരുടെ ഏറ്റവും വലിയ ഭയം. ആ ഭയം നമ്മൾ അവരുടെ ഉള്ളിലുണ്ടാക്കി കൊടുക്കണം. അതിനായി നമ്മളെ തന്നെ സ്വയം വികസിപ്പിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, സാമ്പത്തികമായും മാനസികമായും പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടുക. ശത്രുക്കളെ ഭയന്ന് ജീവിക്കുന്നതിന് പകരം നമ്മെ ഭയക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വ്യക്തിത്വം നമ്മൾ മാറ്റിയെടുക്കണം. ആ ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ ഓരോ കാലടിയിലും എപ്പോഴും ഉണ്ടായിരിക്കണം. ശത്രുവിൻ്റെ ചിന്തകളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ മോചനം. ഒരു കാലമുണ്ടായിരുന്നു കൂട്ടുകാരെ, അന്നൊക്കെ ആട്ടിപ്പായിക്കാനും ചവിട്ടിമതിക്കാനും അവർക്ക് വലിയ എളുപ്പമായിരുന്നു. നമ്മളെ വേദനിപ്പിച്ച് ആസ്വദിച്ച ആ നാടൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇനി ആ ചരിത്രം ഇവിടെ ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ ശ്രദ്ധയും ഊർജവുമെല്ലാം നമ്മളുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ വെട്ടിപ്പിടിക്കുന്ന ഓരോ വലിയ വിജയവുമുണ്ടല്ലോ, അത് നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ നോക്കിയവരുടെ മുഖത്ത് കിട്ടുന്ന തീപ്പൊരി അടിയായിരിക്കണം. നമ്മളെ കുഴപ്പത്തിലാക്കാൻ അവർ ഒരുക്കിവെച്ച ഓരോ കെണികളെയും തകർത്തെറിഞ്ഞ് നമ്മൾ ഇനിയും മുന്നോട്ട് കുതിക്കണം. വേരോടെ പിഴുതെറിയുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് മക്കളെ. ഈ കഠിനമായ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന ആ പരമമായ സത്യം ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഈ ഭൂമിയിൽ ജനനം മുതൽ മരണം വരെ കൂടെയുള്ളത് നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം. ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പഠിക്കണം. മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടിയോ അംഗീകാരത്തിനു വേണ്ടിയോ ആകരുത് ഇനി നമ്മളുടെ ജീവിതം. നമ്മളുടെ ജീവിതത്തിൻ്റെ കണക്കുകളും വിധികളും നമ്മൾ തന്നെ സ്വന്തം കൈകൊണ്ടെഴുതണം. ഈ പ്രതിസന്ധികളും വേദനകളുമൊക്കെ നമ്മളെ തകർക്കാൻ വരുന്നതല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിലെ ഉറഞ്ഞുപോയ യഥാർത്ഥ പോരാളിയെ തട്ടിയുണർത്തി പുറത്തെടുക്കാൻ വരുന്നതാണ്. ഇനി ഒരു തിരിച്ചടിയും നമ്മളെ തളർത്താൻ പാടില്ല. വീണ്ടും ഒരിടത്തും മുളപൊട്ടാത്ത വിധം നമ്മളുടെ എല്ലാ ഭയങ്ങളെയും ഉള്ളിൽ നിന്നും വേരോടെ പിഴുതുകളയണം. വല്ലാത്തൊരു ശക്തിയും മനസ്സിൽ കൽപ്പിച്ച് പുതിയൊരു ആത്മവിശ്വാസത്തോടെ പുതിയൊരു മനുഷ്യനായിട്ട് വേണം ഇനി നമ്മൾ മുന്നോട്ട് നടക്കാൻ. നമ്മളുടെ ഈ ജീവിതം കാണുന്നവർക്ക് അതൊരു വലിയ പാഠമാകണം. തോറ്റുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ലാത്തൊരു മനുഷ്യനെ തോൽപ്പിക്കാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല. ആ അടിയുറച്ച വിശ്വാസത്തോടെ നമ്മൾ ജീവിതത്തിൽ പുതിയൊരു അധ്യായം കുറിക്കണം. അന്തിമ വിജയം നമ്മുടേത് മാത്രമായിരിക്കും. നമ്മൾ നടന്നു തീർത്ത ആ വഴികൾ വലിയ കഠിനമായിരുന്നു, പൊള്ളുന്ന വെയിലായിരുന്നു. പക്ഷെ ആ കഠിനമായ വഴികളാണ് നമ്മളെ ഇന്നത്തെ ഈ കല്ലുപോലെയുള്ള കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റിയത്. നമ്മളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ നമ്മൾ ഒട്ടും കുനിയാതെ തലയുയർത്തി തന്നെ നിൽക്കും. നമ്മൾ നേടിയ ഓരോ വിജയത്തിന് പിന്നിലും നമ്മുടെ മാത്രം വിയർപ്പും ചോരയും അധ്വാനവുമാണെന്ന് നമ്മൾ ലോകത്തോട് ഉറക്കെ പറയും. ലോകത്തിൻ്റെ ഏതു കോണിൽ നിന്ന് വെല്ലുവിളികൾ ആഞ്ഞടിച്ചാലും അതിനെയെല്ലാം ഒറ്റയ്ക്ക് നേരിടാനുള്ള വലിയ മാനസിക കരുത്ത് നമ്മൾ നേടിയിട്ടുണ്ട്. ഇനി പിന്നോട്ട് ഒരേയൊരു നോട്ടം പോലും ഉണ്ടാകരുത്. മുന്നോട്ട് മാത്രം തീ പോലെ കുതിക്കുക. നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള ആ സമയം വന്നെത്തിയിരിക്കുന്നു. ഭയത്തെ പൂർണ്ണമായി വേരോടെ പിഴുതിട്ട് ആത്മവിശ്വാസത്തിൻ്റെ പുതിയൊരു കാശത്തേക്ക് നമ്മൾ ചിറകടിച്ചുയരണം.
വീണുപോയ ഓരോ ഇരുണ്ട നിമിഷവും നമ്മുടെ വലിയ വിജയചരിത്രത്തിലെ സുവർണ തുടിപ്പുകളായി മാറും. ലോകം നമ്മളെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട് ആദരിക്കുന്ന ആ കാലം ഇനി അധികം ദൂരത്തല്ല. ഈ പോരാട്ടം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ വിജയം നമ്മുടെ കൈകളിൽ എന്നും സുരക്ഷിതമായിരിക്കും.